ഞാനൊക്കെ പഠിക്കുന്ന കാലത്തെ ഈ മാജിക് ഷോ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആണ്. സ്കൂളുകളിലുണ്ടാവും, കോളേജുകളിലുണ്ടാവും, എന്തിന് നാട്ടിൻപുറത്തുണ്ടാവും, പല ഉത്സവങ്ങളിലുണ്ടാവും, എല്ലാ സ്ഥലങ്ങളിലും ഈ മാജിക് ഷോ നടക്കും. അപ്പൊ അതെല്ലാവരും ആളുകൾ വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് ഈ മാജിക് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, മജീഷ്യൻ, ആളിങ്ങനെ പല പല ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ അതിനൊക്കെ ഇങ്ങനെ യെസ് പറഞ്ഞ് പോയി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ പോലും നമ്മൾ യെസ് പറയുന്ന ഒരു സംഭവം വരും ചെയ്യും, ഇല്ലേ? അപ്പൊ ഇതേപോലെ നമ്മുടെ ബിസിനസ്സിൽ പ്രത്യേകിച്ച് പുതുതായിട്ടൊരു കസ്റ്റമർ വരുന്ന സമയത്ത് എങ്ങനെയാണ് അവരെ കൊണ്ട് യെസ് പറയിപ്പിക്കുക തോന്നുമല്ലോ, എങ്ങനെ അവരെ കൊണ്ട് യെസ് പറയിപ്പിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള 3 ടെക്നിക്കുകളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ റെസിപ്രോസിറ്റി ആണ്. അതായത് നമുക്ക് നമ്മുടെ മനുഷ്യന്മാർക്കുള്ള ഒരു ശീലമുണ്ട്. അതായത് ഒരാൾ നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് എന്തെങ്കിലും അയാൾക്ക് തിരിച്ചു കൊടുക്കണം, ഒരു പ്രതിഫലം കൊടുക്കണം എന്നൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടില്ലേ? ഉദാഹരണമായിട്ട് പറയാം, നമ്മളിപ്പോൾ ഒരു മാളിലേക്ക് പോയി, അപ്പൊ അവിടെ ഈ സാമ്പിൾ തരുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ജ്യൂസിന്റെ സാമ്പിൾ തരും, ചിലപ്പോൾ ജാമിന്റെ സാമ്പിൾ തരും, ചിലപ്പോൾ അച്ചാർ തരും. പക്ഷെ എന്തായാലും നമ്മൾ കഴിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വാങ്ങിക്കും. കാരണം വെച്ചാൽ അയാൾ ഇപ്പൊ നമുക്കത് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് എടുത്ത് തന്നല്ലേ, അപ്പൊ നമ്മൾ വാങ്ങിക്കേണ്ടതല്ലേ എന്നൊരു തോട്ട് നമുക്ക് വരും, ഇല്ലേ? നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അവർ ചിലപ്പോൾ അവിടെ വന്നിട്ട് അവരുടെ സാധനങ്ങൾ മുഴുവൻ നിരത്തി വെച്ച് കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് പിന്നെ താല്പര്യം ഉണ്ടാവില്ല പ്രൊഡക്റ്റ് മേടിക്കാൻ. പക്ഷെ എന്നാലും അവർ ഇത്ര സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചല്ലേ എന്ന് തോന്നിയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം നമ്മൾ അവരിൽ നിന്ന് വാങ്ങിക്കുന്ന രീതിയിൽ ഇതിന് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് സോഷ്യൽ പ്രൂഫാണ്. അതായത് നാട് ഓടുമ്പോൾ നടുവേ ഓടാന്ന് പറയുന്ന നമ്മളും ഒപ്പം ഓടാന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും അത് ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ 2 ഹോട്ടൽ നിങ്ങൾ അടുത്തെടുത്തുണ്ട്. ഒരു ഹോട്ടലാണെങ്കിൽ ഭയങ്കര ആൾക്കാർ അങ്ങനെ ക്യൂ നിന്നുകൊണ്ടിരിക്കണം, എന്നാൽ ക്യൂ നിന്നിട്ടാ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഹോട്ടലാണെങ്കിൽ ആരുമില്ല, ഫ്രീ ആയിട്ടിരിക്കുക. നിങ്ങൾ എവിടേക്കാണ് പോവുക? ഉറപ്പായിട്ട് ആയിരിക്കില്ല. കാരണം ഇത്രയധികം ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടാവും നിങ്ങൾക്ക് തോന്നില്ലേ? അങ്ങനെയല്ലേ ഇപ്പോൾ ഉണ്ടാവുക. അതിന് ഈ സോഷ്യൽ പ്രൂഫ് എന്ന് പറയുന്നത്. മറ്റൊന്ന് അതോറിറ്റിയാണ്. ആക്ച്വലി ഇത് പറയുന്ന ആളൊരു അതോറിറ്റി ആണ്, അല്ലെങ്കിൽ എക്സ്പേർട്ട് ആണെന്ന് ആർക്ക് തോന്നണം? ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് തോന്നും. അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം സർവീസോ പ്രോഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് അത് എടുക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവും. നിങ്ങളുടെ സെയിൽസ് സ്റ്റാഫ് ആണെങ്കിലും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ കസ്റ്റമർ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സുകളെ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റാമെന്ന് പഠിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും താഴത്തെ നമ്പറുണ്ട്, ഒന്ന് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.